എന്താണ് ആന്തരിക കുട്ടി അഥവാ ഇന്നർ ചൈൽഡ് എന്താണ്? നമ്മുടെ ആന്തരികമായി കുടികൊള്ളുന്ന ഒരു കുട്ടി നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നാം ഗർഭം ധരിച്ചതു മുതൽ ഗർഭാശയത്തിലൂടെയും അതിനുശേഷമുള്ള എല്ലാ വർഷങ്ങളിലും നാം ചെറുപ്പമായിരുന്നപ്പോഴും കൊച്ചുകുട്ടി അല്ലെങ്കിൽ മിഡിൽ സ്കൂൾ വർഷം എന്നിങ്ങനെ ആർദ്ര വ്യക്തിത്വങ്ങളായി വളർന്നുകൊണ്ടിരുന്നു. ആന്തരിക കുട്ടിക്ക് പലപ്പോഴും നല്ല അനുഭവങ്ങൾ, അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ ഭയങ്ങൾ, ചില ആഘാതങ്ങൾ അല്ലെങ്കിൽ അവഗണന അല്ലെങ്കിൽ കാര്യമായ നഷ്ടം എന്നിവ ഓർമ്മിക്കാൻ കഴിയും. നമ്മെ പിടികൂടുന്ന കൃത്യമായ സംഭവം കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ നമ്മുടെ ആന്തരിക ലോകം അറിയാനും അത് അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ബ്രെഡ് ക്ലംപ് പാതകൾ അവശേഷിപ്പിച്ച നമ്മുടെ ആന്തരിക പാറ്റേണുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിൽ ഒരു ആന്തരിക കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ആന്തരിക കുട്ടിയുണ്ട്, എനിക്കും ഒരു ആന്തരിക കുട്ടിയുണ്ട്, നമുക്കെല്ലാവർക്കും അതുണ്ട്. നമ്മുടെ ആന്തരിക കുട്ടി എന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മാനസികമായും വൈകാരികമായും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നതിന് വളരെ മുമ്പ് തന്നെ അത് ചില സന്ദേശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഭൂതകാല ഇമോഷനുകളാവാം, അല്ലെങ്കിൽ ചില മെമ്മറികളാവാം, അല്ലെങ്കിൽ ബിലീഫ്സുകളാവാം, വിശ്വാസങ്ങളാവാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകളാകാം, അല്ലെങ്കിൽ വലിയ ഡ്രീംസുകളാവാം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ ആന്തരിക കുട്ടി അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ അത് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആവേശം അനുഭവിക്കാനും അല്ലെങ്കിൽ കൗതുകം അറിയാനും കഴിയുന്നു. ആന്തരിക കുട്ടിയുടെ മാനസിക ശാന്തിക്കായി അല്ലെങ്കിൽ ആന്തരിക കുട്ടിയുടെ ശാന്തിക്കായി നമ്മൾ ഒരു ഇടം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ രോഗശാന്തി മൊത്തമായും സ്വയം വ്യക്തിത്വത്തിലേക്ക് മികച്ച ഒരു ചികിത്സ പുരോഗതിയിലേക്കും മാറ്റാൻ നമുക്ക് പലപ്പോഴും കാണുന്നതുമാണ്. നമ്മുടെ ആന്തരിക കുട്ടിയുടെ ഭാഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? അഥവാ നമ്മൾ മുത്തശ്ശി നമ്മളെ കെട്ടിപ്പിടിക്കാൻ കുനിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മധുരഗന്ധം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കുട്ടിയെ ഓർമ്മിക്കുന്നത് നമ്മൾ എങ്ങനെ പണ്ട് സൈക്കിൾ ഓടിക്കാൻ കഴിഞ്ഞുവെന്ന് അങ്ങനെ അവർ കാണിച്ചു കൊടുത്ത അവരുടെ മുഖത്ത് വലിയ അഭിമാന ഭാവം എന്നിവയെല്ലാം നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവാം. നമ്മളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടം അല്ലെങ്കിൽ അയൽക്കാരന് നൽകിയപ്പോൾ അച്ഛൻ കണ്ണുകളിൽ തിളക്കത്തോടെ നമ്മളെ നോക്കിയപ്പോൾ സന്തോഷവും സ്നേഹവും കൊണ്ട് നിറഞ്ഞു തുളുമ്പിയ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇമോഷനുകൾ നമ്മുടെ ഉള്ളിലെ കുട്ടി ഓർക്കുന്നു. അങ്ങനെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഓർമ്മ വരുന്നത്. നമ്മുടെ ആന്തരിക കുട്ടി ഒരു സുഹൃത്തിൻ്റെ ജന്മദിന പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതും വളരെ സന്തോഷവും ആത്മവിശ്വാസവും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളടക്കം ഓർക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യത്തെ ജോലി ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുട്ടി കൂടെയുണ്ട്. നമ്മൾ ഉത്തരവാദിത്തമുള്ളവനും അല്ലെങ്കിൽ കഴിവുള്ളവനുമാണെന്ന് നമ്മുടെ ഈ ആന്തരിക കുട്ടി തെളിയിച്ചിട്ടുമുള്ളതാണ്. പക്ഷേ നമ്മുടെ ആന്തരിക കുട്ടി എപ്പോഴും നമ്മളുമായി ആശയവിനിമയം നടത്തുന്നത് നമ്മൾ കേൾക്കാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ആന്തരിക കുട്ടിക്ക് ഒന്നുകിൽ ശാന്തനും അല്ലെങ്കിൽ സംതൃപ്തനുമായിരിക്കണം. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൾ കേൾക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ അത് പ്രവർത്തിച്ച ഉള്ളിൽ കാര്യമായ ഒരു പ്രക്ഷുബ്ധമാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യകരമായ ബന്ധങ്ങളും സംഘാടന കഴിവുകളും അല്ലെങ്കിൽ സ്വയം നിയന്ത്രണവും തടസ്സമായി നിൽക്കാം ഇതുകൊണ്ട് സമൂഹത്തിൽ ഒരു ഉൽപ്പാദനക്ഷമമായ അംഗമാകുകയോ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്നതിലേക്കോ നമ്മുടെ ആന്തരിക കുട്ടിക്ക് മുന്നേറാനോ തകർക്കാനോ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് നിരാശ തോന്നുകയോ കുടുങ്ങിപ്പോവുകയോ ചെയ്താൽ നമ്മുടെ ആന്തരിക കുട്ടിക്ക് കുറച്ച് ശ്രദ്ധ ആവശ്യമായിരിക്കാം. ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ രക്ഷാകർത്തൃം സ്നേഹം കണ്ടെത്തുകയോ നിലനിർത്തുകയോ ചെയ്യുക, ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുക അല്ലെങ്കിൽ അതിരുകൾ നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിന് തടസ്സമുണ്ടാക്കാം. ഇനി ആന്തരിക കുട്ടി എങ്ങനെയാണ് അതിനെ ഉണ്ട് എന്നല്ലെങ്കിൽ മുറിവേറ്റിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നത്? നമുക്ക് അഗാധമായ ഭയം തോന്നുക, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കൽ എന്നിവ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ചില ആളുകളെയോ സ്ഥലങ്ങളെയോ അനുഭവങ്ങളെയോ ഒഴിവാക്കുന്നുണ്ട് നമ്മൾ
വയ്ക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക കുട്ടി സുരക്ഷിതത്വം അനുഭവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വഴികളും ഒന്ന് ശ്രദ്ധിക്കുക. ആന്തരിക കുട്ടി അല്ലെങ്കിൽ പരിപാടികൾ നടത്തുമ്പോൾ അബോധാവസ്ഥയിലുള്ള വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ ഭൂതകാല ഓർമ്മകളെയോ അടിസ്ഥാനമാക്കി ആന്തരിക വ്യക്തിക്ക് സുരക്ഷിതത്വം തോന്നാൻ ആവശ്യമായതിനെ അടിസ്ഥാനമാക്കി പെരുമാറ്റങ്ങളും തിരഞ്ഞെടുപ്പുകളും ചിന്തകളും അത് തിരഞ്ഞെടുക്കും. പലപ്പോഴും ആന്തരിക കുട്ടിക്ക് മുതിർന്നവരുടെ സ്വയം യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. മാത്രമല്ല, ജീവിതം ഇപ്പോൾ എങ്ങനെ വ്യത്യസ്തമാണെന്നോ കാര്യങ്ങൾ എങ്ങനെ മാറിയെന്നോ അവർക്ക് അറിയില്ലായിരിക്കാം. ഇനി കുട്ടിക്കാലത്തെ ഈ വൈകാരിക മുറിവുകളും നിങ്ങളുടെ പുറകിൽ ഒരു ഭാരമായി തോന്നിയേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയിലെ ഉള്ളിൽ കുട്ടി ഒരു വേദനയുമായി നടക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭാരം നിങ്ങളുടെ ചുമലിൽ ചുമക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ കുട്ടി അസ്ഥിരത അല്ലെങ്കിൽ അനിശ്ചിതത്വം അല്ലെങ്കിൽ അപകടാവസ്ഥയിലാണെന്ന് ജീവിച്ചിരിക്കുന്നു എങ്കിൽ അത് മാറ്റം വരുത്തുന്നതിൽ നിങ്ങളെ തടഞ്ഞേക്കാം. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടുന്നൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. എന്നിരുന്നാലും നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇത് തകർന്നതുമായി തോന്നാം. നമ്മൾ കുടുങ്ങിപ്പോകുന്നതിൻ്റെ കാരണം ഒരു ഭാഗം സുരക്ഷയും സ്ഥിരതയും തേടുമ്പോൾ മറ്റൊരു ഭാഗം സാധ്യത, ബന്ധം അല്ലെങ്കിൽ സാഹസികത എന്നിവ തേടുകയാണ്. നിങ്ങൾക്കൊരു മധ്യനിര കണ്ടെത്താനും തടസ്സങ്ങളെ മറികടക്കാനും തടസ്സമില്ലാതെ ഇരിക്കാനും കഴിയും. അല്ലെങ്കിൽ സർഗാത്മക വഴക്കം, ഉത്തരവാദിത്തം, കണക്ടിവിറ്റി, സ്ഥിരത എന്നിവയുടെ സന്തുലിതാവസ്ഥ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ മുതിർന്നവരിലും കുട്ടികളും പരസ്പരം കണ്ടുമുട്ടുകയും അറിയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ മുതിർന്നവരുടെ ആവശ്യങ്ങളും ആന്തരിക കുട്ടികളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു സഹകരണ ടീം സൃഷ്ടിക്കുന്നതിനാണ് ആദ്യപടി. നിങ്ങളുടെ ആന്തരിക കുട്ടിയുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള 2 ഘട്ടങ്ങൾ ഇവിടെ പറയുന്നു. 1. നിങ്ങളുടെ ആന്തരിക കുട്ടിയുമായി സമ്പർക്കം പുലർത്തുക. ഒരു സംഭാഷണം ആരംഭിക്കുക, അതുമായി ബന്ധം വികസിപ്പിക്കുക. 2. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയുടെ ആവശ്യങ്ങൾ, വേദനകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങുക. അവ സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. നിങ്ങളുടെ ആന്തരിക കുട്ടിയുമായി ബന്ധപ്പെടുന്നതിന് നിങ്ങളെ സഹായിക്കുക എന്നതാണ്. നിങ്ങളുടെ ആന്തരിക കുട്ടിയുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ എന്താണ് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരിക കുട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാകുകയും അവന് ആർദ്രമായ പരിചരണം നൽകുകയും അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യ ലക്ഷ്യം. പലപ്പോഴും ഇത് ചെയ്യുന്നത് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് എന്താണ് മാറ്റേണ്ടത് വ്യക്തത നൽകാൻ സഹായിക്കുന്നു. കൂടാതെ ഈ ആന്തരിക പ്രക്രിയ പലപ്പോഴും നമ്മുടെ മുതിർന്ന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിരോധത്തെയും അല്ലെങ്കിൽ കുടുങ്ങലിനെയും മയപ്പെടുത്തുന്നു. ചിലർക്ക് ആന്തരിക കുട്ടിയെ വീണ്ടും വളർത്തുന്നത് ഒരു പ്രക്രിയ സഹായകമാണ്. ഇനി നമ്മുടെ ഈ സന്തോഷം ക്ഷണിക്കുന്നതിന് ആന്തരിക കുട്ടിയെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഇത് ചെയ്യുന്നതിന് നമ്മുടെ മുതിർന്ന വ്യക്തിയോട് അല്പം തുറന്ന മനസ്സും ഒരു പക്ഷേ ദുർബല സ്വഭാവവും പുലർത്തുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ആന്തരിക കുട്ടി അഥവാ ഇന്നർ ചൈൽഡ് ഒളിവിൽ നിന്ന് പുറത്തു വരാൻ എന്താണ് സംഭവിക്കുന്നു എന്നോ അതിന് എന്താണ് വേണ്ടത് എന്നോ പങ്കുവെക്കാനും അതിൻ്റെ കഥ കേൾക്കാനും കാണാനും നാം തുറന്ന മനസ്സുള്ളവരായിരിക്കണം. അതിൻ്റെ ജീവിതം, അതിൻ്റെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഭയങ്ങൾ, ആശങ്കകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം. നമ്മുടെ ആന്തരിക കുട്ടി നമ്മുടെ മുതിർന്ന വ്യക്തിയുമായി ഒരു വിശ്വസനീയമായ ബന്ധം വളർത്തിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവന് തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയും. അതിൻ്റെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, വാക്കുകൾ, അതുപോലെ അവൻ്റെ വേദനകൾ, സങ്കടം, ഭയം, വേവലാതികൾ എന്നിവയെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ആന്തരിക കുട്ടിക്ക് യാഥാർത്ഥ്യത്തിൽ കരുതലും വേഗതയും കുറയ്ക്കുന്ന ഒരാൾ മുതിരുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുകയും അതോടൊപ്പം ഇരിക്കുകയും ചെയ്യുമ്പോൾ അത് ശാന്തമാവുകയും വർഷങ്ങളായി അത് അകറ്റി നിർത്തിക്കൊണ്ടുവന്ന വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ഇനി ആന്തരിക കുട്ടിയുടെ ജോലി, ബാല്യകാല വൈകാരിക അവഗണന അല്ലെങ്കിൽ വൈകാരിക വേദനകൾ എന്നിവയെ കൈകാര്യം ചെയ്യുന്ന പരിശീലനം ലഭിച്ച തെറാപ്പിസ്റ്റുമായി ഈ ജോലി ചെയ്യാൻ പലപ്പോഴും ശുപാർശ ചെയ്യുക. അഥവാ ഇന്നർ ഹീലിംഗ്
കോഴ്സുകൾ നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആന്തരിക കുട്ടിയെ അടുത്തറിയുമ്പോൾ അതിന് ചില പ്രധാന രോഗശാന്തി ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചേക്കാം. ആന്തരിക കുട്ടിക്ക് പിന്തുണയും ദയയും രോഗശാന്തിയും നൽകാൻ നിരവധി മാർഗങ്ങളുമുണ്ട്. വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു കഥ അത് നിങ്ങളോട് പറയേണ്ടി വരും. ചിലപ്പോൾ അത് വർഷങ്ങൾക്ക് മുൻപ് അനുഭവിച്ച നഷ്ടവും ദുഃഖവും അത് നിങ്ങളെ കാണിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും ആവശ്യകത അത് നിങ്ങളെ കാണിക്കാനും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വർക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വഴികൾ കണ്ടെത്താനും അത് ആഗ്രഹിച്ചേക്കാം. കുട്ടിക്കാലത്ത് മുമ്പ് അവഗണിക്കപ്പെട്ടിരുന്നത് പോലെ അവഗണിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സംസാരിക്കാൻ അത് നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആകാം. ഈ പ്രക്രിയ ആരംഭിക്കുന്നതിന് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. ഇനി ആന്തരിക കുട്ടിക്ക് നിങ്ങളുടെ ശ്രദ്ധയുണ്ടെന്ന് അറിയുകയും അതിന് സ്നേഹം നൽകാനും അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും നിങ്ങൾ പരമാവധി ശ്രമിക്കുകയും അത് പലപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ തുറന്നതുമായിരിക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ ശാരീരികമോ വൈകാരികമോ ആയ സുരക്ഷ നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ്, ശരീരം അല്ലെങ്കിൽ ആത്മാവ് എന്നതിൽ കൂടുതൽ ശ്രദ്ധ, മുൻകാല വേദനകൾ സുഖപ്പെടുത്തൽ, ജീവിതത്തിൽ അതിരുകൾ നിശ്ചയിക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരുമായാണ് സമയം ചെലവഴിക്കുന്നതെന്ന് മാറ്റൽ എന്നിവ ആവശ്യമായി വന്നേക്കാം. ഈ ജോലി പലപ്പോഴും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെളിപ്പെടുത്തും. ഇനി കുട്ടിയുടെ ആന്തരിക രോഗശാന്തിയുടെ ആഴത്തിലുള്ള പാളികളുമായി പ്രവർത്തിക്കുമ്പോൾ എത്ര ലക്ഷണങ്ങൾ മാറുന്നുവെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റുകൾ തടസ്സപ്പെട്ട എത്ര പോയിന്റ് മറികടന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവെന്നും കണ്ടെത്താൻ കഴിയും. ഇനി അവരുടെ അല്ലെങ്കിൽ ക്ലയൻറ്റുകളുടെ ജീവിതത്തിൽ സ്നേഹത്തെ ആഴത്തിലാക്കാൻ അവരുടെ ഹൃദയം തുറക്കാൻ തുടങ്ങുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആദ്യമായി യാഥാർത്ഥ്യത്തിൽ സ്നേഹമുള്ളിലേക്ക് അനുവദിക്കുന്നത് ഈ ഹീലിംഗ് നടക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ചിലർക്ക് ആഴത്തിലുള്ള ജോലി ചെയ്യുന്നത് വളരെ ഒടുവിൽ അവരുടെ രക്ഷാകർത്തം സാന്നിധ്യമുള്ളവരാകാൻ അനുവദിക്കുകയും കാരണം അവർക്ക് മുൻപുണ്ടായിരുന്ന ആവേശമില്ലാത്ത ബന്ധപ്പെടാൻ കഴിയും. മറ്റു ചിലർക്ക് അവർ ജോലിക്ക് വരാനും ആത്മവിശ്വാസത്തോടെ ബന്ധങ്ങൾ സ്ഥാപിക്കാനും കൂടുതൽ സുഖകരമായി അവർക്ക് ആവശ്യമുള്ളത് ചോദിക്കാനും തുടങ്ങുന്നു. മറ്റുള്ളവർക്ക് അവർ കൈവശം വെച്ചിരിക്കുന്ന പരിഭ്രാന്തിയും ഭയവും വളരെയധികം കുറയുന്നു. വർഷങ്ങളായി അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അതിരുകളിൽ അവർക്ക് നിൽക്കാൻ കഴിയും. ഇനി വിജയകരമായ ആളുകളുടെ ഉള്ളിലെ സംതൃപ്തമായ ഒരു കുട്ടിയുണ്ട് എന്നുള്ളതാണ്. വിജയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്തരായവരോ സമ്പന്നരോ അല്ല, മറിച്ച് സ്നേഹമുള്ള ഉള്ളിൽ സംതൃപ്തി തോന്നുന്ന ആന്തരിക സമാധാനം സംതൃപ്തി അനുഭവിക്കുന്ന ആളുകളെയാണ്. ആരോഗ്യമുള്ള ഒരു ആന്തരിക കുട്ടി സ്നേഹം, ബന്ധങ്ങൾ, മാനസികമായി സമ്പന്നനാണ്. അർത്ഥപൂർണമായ സംതൃപ്തി അനുഭവിക്കുന്നു. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെ വേദനകളെ സഹിക്കാൻ കഴിവുള്ളവനാണ്. വിജയകരമായ ആളുകൾ വെറും ബുദ്ധിമാന്മാരും അത് നേടിയെടുത്തവരും മാത്രമല്ല. വിജയത്തെക്കുറിച്ചിട്ടുള്ള നിർവചനം വൈകാരികമായി നിയന്ത്രിക്കപ്പെട്ട വികാരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ശാന്തമായ ആന്തരിക കുട്ടിയുള്ളവരെയാണ് സൂചിപ്പിക്കുന്നത്. സന്തോഷവാനായ ഒരു ആന്തരിക കുട്ടി എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക? നമ്മുടെ ഉള്ളിലെ കുട്ടി അഥവാ നമ്മുടെ ആന്തരിക കുടുംബം ശാന്തനായിരിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് പച്ചക്കൂട് ലഭിക്കും. പരാജയങ്ങളോ കുഴപ്പങ്ങളോ നമുക്ക് സഹിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ഭയത്താൽ വലയാതെ ചെറിയ അളവിലുള്ള നാണക്കേടുകളെ നമുക്ക് നേരിടാൻ കഴിയും. നമ്മൾ സ്ഥിരതയുള്ളവരാവാനും ആവേശത്തോടെ പ്രവർത്തിക്കേണ്ടതില്ലെന്നും നമുക്കറിയാം. മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം നേടാനുള്ള നമ്മുടെ ശ്രമത്തിൽ നാം കുടുങ്ങിപ്പോവാറില്ല. ഇങ്ങനെയാകുമ്പോൾ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്നോ അവർ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നോ സപ്പോർട്ട് ചെയ്യണമെന്നോ നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മുടെ ആന്തരിക കുട്ടി ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഒരു സപ്പോർട്ടും കെയറിങ്ങും സ്നേഹവും കൊടുക്കാൻ പ്രാപ്തരാകുന്നു. നമ്മുടെ ആന്തരിക കുട്ടി സുരക്ഷിതനും സ്ഥിരതയുള്ളതിനുമായി തോന്നിയാൽ അത് നമ്മെ കൂടുതൽ ഗ്രോത്തിൽ എത്തിക്കാൻ അനുവദിക്കും. അതൊരു അങ്കൂരം പോലെയാണ്. ആന്തരിക കുട്ടിക്ക് സ്ഥിരത അനുഭവപ്പെടുകയാണെങ്കിൽ മുതിർന്നവരെ നിലയിൽ ജീവിതത്തിൽ നമുക്ക് അരക്ഷിതാവസ്ഥയും അല്ലെങ്കിൽ ദിശാബോധവും അല്ലെങ്കിൽ ക്രമരഹിതമായി അനുഭവപ്പെടും. നമ്മുടെ ഇന്നർ ചൈൽഡ് സ്ഥിരതയുള്ളതായി തോന്നുമ്പോൾ അതിൻ്റെ നങ്കൂരം ആഴത്തിൽ വേരൂന്നിയതായിരിക്കും. നമുക്ക് കൂടുതൽ വ്യക്തവും ആത്മവിശ്വാസവും സുഖവും അനുഭവപ്പെടുകയും അത് കണ്ടെത്താനും കഴിയും. ഇനി നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്ക് വേദനയുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അഥവാ നമുക്കൊരു
ഉൾവലിയലോ അല്ലെങ്കിൽ ഒരു ലജ്ജയോ കുറ്റബോധമോ കൂടാതെ അല്ലെങ്കിൽ വേദന എന്നിവ വികാരങ്ങൾ ഉണ്ടാവുകയോ സ്ഥിരമായി അമിതമായി ജോലി ചെയ്യുകയും അംഗീകാരം നേടുകയോ സ്വന്തമാക്കുകയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ നിമിഷത്തിൽ സന്നിഹിതനായിരിക്കാനുള്ള കഴിവില്ലായ്മ, പതിവ് ഉത്കണ്ഠയും ഭയവും, കർശനക്കാരനും തികഞ്ഞവനാകാൻ ശ്രമിക്കുന്നതിനുള്ള പരാജയം കൈകാര്യം ചെയ്യാൻ കഴിയുക, ജീവിതത്തിലെ വിജയങ്ങൾ ശ്രദ്ധിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും ബുദ്ധിമുട്ട് തോന്നുക, അനാരോഗ്യകരമായ ബന്ധങ്ങൾ രീതിയിൽ കൂടാതെ അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്നേഹവും ഒഴിവാക്കുക, സ്വയം അട്ടിമറിയും അമിതമായ ആസക്തി ഉളവാക്കുന്ന പെരുമാറ്റങ്ങളും അഥവാ കുറഞ്ഞ നേട്ടം ചിന്തയും നെഗറ്റീവ് ആത്മസംസാരവും ഉണ്ടാവുക. നിങ്ങളുടെ ആന്തരിക കുട്ടിയെ സുഖപ്പെടുത്തുവാനുള്ള വഴികൾ: മരവിപ്പ് മാറ്റാൻ കുറച്ചുകൂടെ തോന്നൽ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുക. ഭയപ്പെടുത്തുന്ന ഓർമ്മകളോ അനുഭവങ്ങളോ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഉത്കണ്ഠകളും ഭയങ്ങളും കുറയ്ക്കുന്നതിനായി പ്രവർത്തിക്കുക. ലോകത്ത് സുരക്ഷിതത്വവും സ്ഥിരതയും അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ആരോഗ്യകരമായ ബന്ധങ്ങൾ വികസിപ്പിക്കുക. ഊഷ്മളവും ക്ഷണികവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ ഭക്ഷണം, ഉറക്കം, ശുചിത്വം, ലൈംഗികത എന്നിവയുടെ സ്ഥിരമായ പാറ്റേണുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഘടനയും പോഷിപ്പിക്കുന്ന സ്വയം പരിചരണവും സൃഷ്ടിക്കുക. അല്ലെങ്കിൽ വൈകാരികവും ഊർജ്ജസ്വലവും സമയവും ശാരീരികവുമായ അതിരുകൾ വ്യക്തമായി വികസിപ്പിക്കുക. അഭിനിവേശങ്ങളും ഹോബികളും സൃഷ്ടിക്കുകയും അവയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടനം എന്നതിൽ നിന്നും ശ്രദ്ധ ചെലുക്കുന്നതായിരിക്കുക ആഘോഷിക്കുക എന്നതിലേക്ക് മാറ്റുക. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ മാറ്റുക. സ്വയം പോഷിക്കുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനെ കണ്ട് ഇതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇനി നിങ്ങളുടെ ആന്തരിക കുട്ടിയുമായി ബന്ധപ്പെടുന്നതിലോ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിലോ ഒരു ചുവടുവെപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നു. അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ വീഡിയോയായി നിങ്ങൾക്ക് ഇന്നർ ഹീലിംഗ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആന്തരിക കുട്ടിയുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന സ്ക്രിപ്റ്റുകളോ മറ്റും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.